വെൽക്കം ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 കോംപ്ലക്സ് നമ്പേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഷോ ദാറ്റ് ഇഫ് സി ഈസ് എനി nth റൂട്ട് ഓഫ് യൂണിറ്റി അതർ ദാൻ യൂണിറ്റി ഇറ്റ്സെൽഫ് ദെൻ 1 പ്ലസ് സി പ്ലസ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സി റീസ് ടു n-1 ഈക്വൽ ടു 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കൊരു റിസൾട്ട് ആവശ്യമാണ്. സോ ആ റിസൾട്ട് ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം, അതെങ്ങനെ വരണമെന്നും കൂടി നോക്കാം. സോ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് 1 പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു എൻ ഈക്വൽ ടു 1 മൈനസ് സെഡ് റേസ് ടു n+1 ബൈ 1 മൈനസ് സെഡ് ആൻഡ് സെഡ് നോട്ട് ഈക്വൽ ടു 1. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തു. ഇനി എസ് മൈനസ് സെഡ് എസ് എന്ന് പറയുന്ന ഡിഫറൻസ് എടുക്കുകയാണ്. സോ എസ് മൈനസ് സെഡ് എസ് ഈക്വൽ ടു 1 പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര plus z raised to n minus z into 1 plus z square plus etc plus z raised to n എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറേ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 മൈനസ് z raised to n+1 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എസ് കോമൺ ആയിട്ട് നമ്മൾ ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് എസ് മൈനസ് 1 മൈനസ് z എന്ന് വരും ഈക്വൽ ടു 1 മൈനസ് സെഡ് റേസ് ടു n+1 എന്ന് വരും. ഈ 1 മൈനസ് സെഡിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള റിസൾട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യണേ. ദാറ്റ് ഈസ് 1 പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സെഡ് റേസ് ടു n ഈക്വൽ ടു 1 മൈനസ് സെഡ് റേസ് ടു n+1 ബൈ 1 മൈനസ് സെഡ് വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 1. സെഡ് 1 അല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ഈ റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സി എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ് അതർ ദാൻ യൂണിറ്റി ഇറ്റ് സെൽഫ്. അതിൻ്റെ മീനിങ് എന്താ? സി nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്, ബട്ട് സി എന്ന് പറയുന്നത് യൂണിറ്റി അല്ല. ദാറ്റ് ഈസ് സി 1 അല്ല, സി നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഈ റിസൾട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സി നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്ക് 1 പ്ലസ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സി റേസ് ടു n-1നെ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത ആ ഫോമിലേക്ക് മാറ്റാം. സോ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് സി റേസ് ടു n-1 പ്ലസ് 1 വരും. അത് സി റേസ് ടു n ആണ്. സോ 1 മൈനസ് സി റേസ് ടു n ബൈ 1 മൈനസ് സി എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇക്വേഷൻ എ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലുള്ള കണ്ടീഷൻ എന്താ? സി എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. എന്താണ് nth റൂട്ട് ഓഫ് യൂണിറ്റി? 1ൻ്റെ nth റൂട്ടാണ് സി. ദാറ്റ് ഈസ് സി ഈക്വൽ ടു 1 റേസ് ടു 1 ബൈ n. അപ്പോൾ നമ്മൾ എന്നിലേക്ക് റേസ് ചെയ്യുമ്പോൾ സി റേസ് ടു n ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഈ ഒരു വാല്യൂ നമ്മൾ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഭാഗം 0 ആയി പോവില്ലേ? 1 മൈനസ് 1 0 ആയി പോവും. ന്യൂമറേറ്റർ 0 ആവും. സോ 1 പ്ലസ് സി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് സി റേസ് ടു n-1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് കിട്ടി. സോ എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.